കേരളത്തിൽ 2026-ൽ UDF മികച്ച വിജയം നേടണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്ന് തന്നെയാണ് തൃണമൂൽ പ്രതിനിധി സംഘം, അതായത് ഡെറക് ഒബ്രെയിനും മഹുവ മൊയ്ത്രയും ഒക്കെ കേരളം സന്ദർശിച്ചപ്പോൾ അവർ ഐക്യകണ്ഠേന പറഞ്ഞത്. PV അൻവർ എടുത്ത നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എങ്കിൽ പോലും അൻവർ UDFിൻ്റെ സഹയാത്രികനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തൃണമൂൽ കോൺഗ്രസിനെ UDFിൻ്റെ സഖ്യകക്ഷിയാക്കണം എന്ന ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് സഖ്യകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് എത്തിയാൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ ദേശീയ പദവി അവർക്ക് വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ദേശീയ പദവി ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ തൃണമൂൽ പ്രാതിനിധ്യം കുറഞ്ഞതോടെയാണ് ദേശീയ പദവി അവർക്ക് നഷ്ടമായത്. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കാനുള്ള ദീർഘമായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് പല സംസ്ഥാനങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് വളരാൻ വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ബംഗാളിൽ 34 കൊല്ലത്തെ ഇടത് ഭരണത്തെ അവസാനിപ്പിച്ച് അതിനെ വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞ നേതാവിൻ്റെ പേരാണ് മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതുപക്ഷം എന്നത് ഒരിക്കലും അധികാര തുടർച്ച ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കാനും CPIMനെ സഹായിക്കാനും കേരളത്തിൽ BJP ഒരുക്കമാണ് താൻ. ഇവിടെയാണ് മഹുവ പറഞ്ഞ വാക്കുകൾ അതിസ്പഷ്ടമാകുന്നത്. PV അൻവറിനെ പോലെ നിരവധി പേർ LDF വിട്ട് UDFുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ മുൻകാലങ്ങളിൽ എന്തു ചെയ്തു എന്നുള്ളത് നിങ്ങൾ ചികഞ്ഞ് പരിശോധിക്കേണ്ട കാര്യമില്ല. അവർ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് മാറ്റം വരണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. അവർ അവരുടെ തെറ്റുകൾ ഏറ്റുപറയുന്നു. അവർക്ക് ജനങ്ങൾ ഒരു അവസരം നൽകേണ്ടതിൻ്റെ അനിവാര്യതയാണ് തുറന്നു കാട്ടപ്പെടുന്നത്. സ്വാഭാവികമായും തെറ്റിൻ്റെ പാതയിലൂടെ പോയവർക്ക് മികച്ച രീതിയിൽ തിരിച്ചു വരാനുള്ള അവസരവും ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിൽ നൽകേണ്ടതായുണ്ട് എന്നാണ് മഹുവ മൊയ്ത്ര അറിയിച്ചിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അടുത്ത ഒരു മാസത്തിനകം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ മലപ്പുറത്തെ മുൻ DCC അധ്യക്ഷനായ V. ജോയ് ആണെന്നാണ് PV അൻവർ ഉറക്കെ പ്രഖ്യാപിച്ചത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടുകൂടി ആ സീറ്റ് തൃണമൂലിന് വേണം എന്ന ആഗ്രഹം അതിശക്തമായി പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മനാടായതുകൊണ്ട് തന്നെ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പല രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ M. സ്വരാജിന് വല്ലാതെ ഭയമാണ്. കാരണം തൃപ്പൂണിത്തറയിൽ വന്നു നിന്നാണ് അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് വിജയിച്ചത്. എന്നാൽ 2021 അദ്ദേഹത്തിൻ്റെ ഒരു നമ്പരും ഏറ്റില്ല. തൃപ്പൂണിത്തറക്കാർ വീണ്ടും K. ബാബുവിനെ വിജയിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ആകെ ഇളിഭ്യനായ സ്വരാജ് വാലും ചുരുട്ടി ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി നിലമ്പൂരിൽ കൂടി നിന്ന് തോറ്റ് തൻ്റെ രാഷ്ട്രീയ ഭാവി കളയുന്നതിന് പകരം ഏതെങ്കിലും പാർട്ടി ഗ്രാമത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാം, കല്യാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജയിക്കാം എന്ന ആഗ്രഹവുമായാണ് സ്വരാജ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്.